നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ബുധനാഴ്ച ഇന്ത്യയിലെത്തും. കെയർ സ്റ്റാർമർ ഒക്ടോബർ 8, 9 തീയതികളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നടക്കുന്ന ഈ സന്ദർശനം ബ്രിട്ടൻ ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതീക്ഷ. വിദേശ സ്വാധീന നിയമങ്ങൾ പ്രകാരം തങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ലക്ഷ്യം വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ചൈനയുടെ ഭീഷണി. പലസ്തീൻ ആക്ഷൻ നിരോധിക്കുന്നതിനെതിരെയുള്ള ബഹുജന പ്രകടനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകാൻ കെയർ സ്റ്റാർമർ സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ച് സിവിൽ ലിബർട്ടി ഗ്രൂപ്പുകൾ. പലസ്തീൻ അനുകൂല മാർച്ചുകൾ ജൂതരാജ്യത്തിനെതിരെയുള്ള വെറുപ്പിന്റെ കാർണിവൽ എന്ന് കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാവ് കെമി ബാഡനോവ്. ഇത്തരം പ്രകടനങ്ങൾ നിരോധിക്കണമെന്നും കെമി ബാഡനോവ്. കാലിഫോർണിയയിലെ നാഷണൽ ഗാർഡ് വിന്യാസം സ്ഥിരീകരിച്ച് പെന്റഗൺ. 300 കാലിഫോർണിയ നാഷണൽ ഗാർഡ് സൈനികരെ ഒറിഗോണിലേക്ക് വിന്യസിച്ചതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ കഴിഞ്ഞ ആഴ്ച ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളിലെ പ്രാർത്ഥനാ ഹാൾ തകർന്നു വീണ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മരണസംഖ്യ 49 വർദ്ധിച്ചു. ചെക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശതകോടീശ്വരനായ ആൻഡ്രസ് ബാബിച്ച് വിജയിച്ചതോടെ ഉക്രൈനുള്ള യൂറോപ്പിന്റെ പിന്തുണ എതിർക്കുന്ന രാജ്യങ്ങളുടെ ശക്തി കൂടുന്നതായി റിപ്പോർട്ട്. യുവജനോത്സവത്തെക്കാൾ മത്സരം നടക്കുന്ന യുക്മ മിഡ്ലാൻഡ് റീജിയൻ കലാമേള ഒക്ടോബർ 11 കവൻട്രിയിലെ ഷേക്സ്പിയർ നഗറിൽ. ഇന്ത്യയിൽ ചുമ മരുന്ന് കഴിച്ചുള്ള മരണം 17ആയി. മധ്യപ്രദേശിൽ 14 കുട്ടികളും രാജസ്ഥാനിൽ 3 കുട്ടികളുമാണ് മരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22 ശബരിമലയിലെത്തുന്നു. 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ADGP H വെങ്കടേഷിന് ചുമതല. ശബരിമല ദ്വാരപാലക ശില്പ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ പാളികളല്ല തിരികെ കൊണ്ടുവന്നതെന്ന് കണ്ടെത്തൽ. വനിതാ ഏകദിന ലോകകപ്പിലും പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യൻ പെൺപട. 88 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ നേടിയത്. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ബുധനാഴ്ച ഇന്ത്യയിലെത്തും. ഒക്ടോബർ 8, 9 തീയതികളിൽ രാജ്യത്ത് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നടക്കുന്ന ഈ സന്ദർശനം ബ്രിട്ടൻ ഇന്ത്യ ബന്ധത്തെ പുതിയ ദിശാബോധത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, സുരക്ഷ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2025 ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുടെ UK സാന്നിധ്യം, സാമ്പത്തിക കുറ്റവാളികളെ കൈമാറ്റം ചെയ്യൽ തുടങ്ങിയ സുരക്ഷാ കാര്യങ്ങളും ചർച്ചയാകും. വിദേശ സ്വാധീന നിയമങ്ങൾ പ്രകാരം തങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ലക്ഷ്യം വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് ചൈന ഭീഷണിപ്പെടുത്തിയത് റിപ്പോർട്ട്. ദി ഗാർഡിയനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്കോ ചൈനീസ് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലോബിയിസ്റ്റുകൾക്കെതിരെ കർശനമായ വിദേശ സ്വാധീന നിയമങ്ങൾ പ്രയോഗിക്കാൻ UK മന്ത്രിമാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ജൂലൈയിൽ അവതരിപ്പിക്കുകയും ഈ മാസം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരികയും ചെയ്ത വിദേശ സ്വാധീന രജിസ്ട്രേഷൻ പദ്ധതി ഫിർസിന്റെ നിരയിൽ ഇപ്പോൾ ഉള്ളത് റഷ്യയും ഇറാനുമാണ്. UK ഒരു വിദേശ ശക്തിക്കോ സ്ഥാപനത്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരാളും അവരുടെ പ്രവർത്തനങ്ങൾ സർക്കാരിനോട് പ്രഖ്യാപിക്കുകയോ ക്രിമിനൽ ഉപരോധങ്ങൾ നേടുകയോ ചെയ്യണമെന്ന് ഫിർസ് നിയമം ആവശ്യപ്പെടുന്നു. ഇറാനോ റഷ്യയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കാത്ത ജോലി ചെയ്യുന്ന ആർക്കും 5 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പലസ്തീൻ ആക്ഷൻ നിരോധിക്കുന്നതിനെതിരെയുള്ള ബഹുജന പ്രകടനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ സിവിൽ ലിബർട്ടി ഗ്രൂപ്പുകൾ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച UK സിനഗോഗിൽ നടന്ന മാരകമായ ഭീകര ആക്രമണത്തെ തുടർന്ന് വലിയ തോതിൽ നടക്കുന്ന പ്രകടനങ്ങൾ ജൂത സമൂഹത്തിൽ ഗണ്യമായ ഭയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദും ഞായറാഴ്ച പറഞ്ഞു. പുതിയ അധികാരങ്ങൾ പ്രകാരം മുമ്പത്തെ സമാനമായ പ്രകടനങ്ങളുടെ വർദ്ധിച്ച സ്വാധീനം കണക്കിലെടുത്ത് പോലീസിന് പ്രതിഷേധങ്ങളിലോ മാർച്ചുകളിലോ കർശനമായ നടപടിയെടുക്കാൻ ഇപ്പോൾ വ്യവസ്ഥയുണ്ടെന്നും അവർ അറിയിച്ചു. പലസ്തീൻ അനുകൂല മാർച്ചുകൾ ജൂത മാതൃരാജ്യത്തിനെതിരെയുള്ള വെറുപ്പിന്റെ കാർണിവലാണെന്നും അവ നിരോധിക്കണമെന്നും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബാഡ്നോക്ക് പ്രസ്താവിച്ചു. പലസ്തീൻ വിഷയത്തിൽ കെമി ബാഡ്നോക്ക് സ്റ്റാർമർ സർക്കാരിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോയെന്നാണ് കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിലെ അവരുടെ പ്രസംഗം വ്യക്തമാക്കുന്നത്. യോം കിപ്പൂർ ആത്മപരിശോധനയ്ക്കായുള്ള സമയമാണെന്ന് ബാഡ്നോക്ക് പറയുന്നു. എന്താണ് അവിടെ തെറ്റ് സംഭവിച്ചതെന്ന് ബ്രിട്ടീഷ് അധികൃതർ പരിഗണിക്കേണ്ട സമയമാണിത്. അവരിത് ചെയ്യുന്നില്ല. തീവ്രവാദത്തെ നിയന്ത്രിക്കാതെ പോകാൻ ബ്രിട്ടൻ അനുവദിച്ചിട്ടുള്ളത് സർക്കാരിന്റെ കടുത്ത പരാജയമായാണെന്നും കെമി ബാഡ്നോക്ക് ചൂണ്ടിക്കാട്ടി. UK ആളുകളെ നാട് കടത്താനുള്ള ഒരു മാർഗമായി ഭാവിയിലെ കൺസർവേറ്റീവ് സർക്കാർ കൂടുതൽ
കുടിയേറ്റ കരാറുകൾ റദ്ദാക്കാൻ തയ്യാറാകുമെന്ന് ടോറി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. മാഞ്ചസ്റ്റർ ഹീറ്റൺ പാർക്ക് സിനഗോഗിന് പുറത്തുണ്ടായ ഭീകര ആക്രമണത്തിന്റെ പ്രതിയായ 35-കാരൻ ജിഹാദ് അൽ ഷാമിയുടെ പിതാവ് ഫരാജ് അൽ ഷാമി നടത്തിയ തീവ്രവാദ സ്വഭാവമുള്ള പരാമർശങ്ങളെ ഭീകര ആക്രമണത്തിന് തെളിവായിട്ടാണ് പോലീസ് കണ്ടെത്തിയത്. ഇസ്രായേലിന്റെ അവസാനം നോക്കി ഒരു കാപ്പി കുടിക്കാമെന്ന പരാമർശം ഉൾപ്പെടെ നിരവധി വിവിധ ഓൺലൈൻ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിൽ ജനിച്ച് സർജനായ ഫരാജ് അൽ ഷാമി കഴിഞ്ഞ 25 വർഷമായി UK താമസിച്ചു വരികയായിരുന്നു. 2010 ഭാര്യയുമായി വേർപിരിഞ്ഞ് ഇയാൾ ഫ്രാൻസിലേക്ക് മാറുകയായിരുന്നു. ഹമാസിനെ ദൈവത്തിന്റെ യഥാർത്ഥ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുകയും ഇസ്രായേൽ 50 മുതൽ 80 വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന പോസ്റ്റുകളും അദ്ദേഹം ഇട്ടിരുന്നു. ചിക്കാഗോയെ ഒരു യുദ്ധമേഖല എന്ന് വിളിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോയും ഇലിനോയ്സ് ഗവർണർ ഭരണകൂടം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം ഇന്ധനം നിറയ്ക്കുകയാണെന്നും പ്രക്ഷോഭക്കാരെ പിന്തുണയ്ക്കുകയാണെന്നും ഫെഡറൽ ഏജന്റുമാർ ഒരു സ്ത്രീയെ വെടിവെച്ചു കൊന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ക്രിസ്റ്റി ആരോപിച്ചു. ട്രംപ് ഭരണകൂടത്തിന്റെ ഐസ് റെയ്ഡുകളെയും ഇലിനോയ്സിലെ നാഷണൽ ഗാർഡിന്റെ വിന്യാസത്തെയും ശക്തമായി വിമർശിച്ച മേയർ ബ്രാൻഡൻ ജോൺസിന്റെ നടപടികളെ അനാരോഗ്യകരമെന്നാണ് ക്രിസ്റ്റി നോയ് വിമർശിച്ചത്. ഫെഡറൽ ഓഫീസർമാരെയും സ്വത്തുക്കളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവുകൾ നൽകി ഇലിനോയ്സ് നാഷണൽ ഗാർഡിലെ 300 സേനാംഗങ്ങളെ ചിക്കാഗോയിലേക്ക് വിന്യസിക്കാൻ ട്രംപ് അനുമതി നൽകിയതിനെ തുടർന്നാണ് നോയിമിന്റെ പരാമർശങ്ങൾ. കാലിഫോർണിയ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെ ഒരിഗോണിലേക്ക് വിന്യസിച്ചതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. ട്രംപ് ഭരണകൂടം നിയമവാഴ്ചയെ തന്നെ ഒരു ക്ഷമാപണമില്ലാതെ ആക്രമിക്കുകയും അപകടകരമായ നീക്കങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്ന് ഗാവിൻ ന്യൂസം കുറ്റപ്പെടുത്തി. കോടതി ഉത്തരവുകൾ അവഗണിക്കുകയും പ്രസിഡന്റ് തന്നെ നിയമിച്ച ജഡ്ജിമാരെ പോലും രാഷ്ട്രീയ എതിരാളികളെ കണക്കാക്കുകയും ചെയ്യുന്നത് ന്യൂസം പത്രക്കുറിപ്പിൽ പറഞ്ഞു. പോർട്ട്ലാൻഡിലേക്ക് ഒരിഗോൺ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ തടഞ്ഞ ഫെഡറൽ ജഡ്ജിയുടെ വിധിയെ തുടർന്നാണ് ട്രംപിനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുമെന്ന് ന്യൂസം പറഞ്ഞത്. നഗരത്തിലെ സംഘർഷങ്ങൾ ശമിപ്പിക്കുന്നതിന് പകരം അത് ആളിക്കത്തിക്കുമെന്ന വാദങ്ങളോട് US ജില്ലാ ജഡ്ജി കരിൻ ഇമ്മർഗട്ട് യോജിക്കുകയായിരുന്നു. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളിലെ പ്രാർത്ഥനാ ഹാൾ തകർന്നു വീണ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മരണസംഖ്യ 49 എന്ന് സ്ഥിരീകരിച്ചു. കാണാതായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്തോനേഷ്യൻ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും കാണാതായി റിപ്പോർട്ട് ചെയ്യുന്ന 14 വിദ്യാർത്ഥികളെ കണ്ടെത്തുന്ന ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ടൺ കണക്കിന് അവശിഷ്ടങ്ങൾ ഇതിനകം നീക്കം ചെയ്തതായി ദേശീയ സുരക്ഷാ ഏജൻസി അറിയിച്ചു. സെപ്റ്റംബർ 29 ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിന്റെ കിഴക്കൻ ഭാഗത്തുള്ള സിഡോർജോയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അൽ ഖോസ്ലി സ്കൂളിൽ 12നും 19നും ഇടയിൽ പ്രായമുള്ള 100 കണക്കിന് ആൺ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷപ്പെടുത്തിയവരിൽ 97 പേരെ വിവിധ പരിക്കുകൾക്ക് ചികിത്സ നൽകി വിട്ടയച്ചു. കനത്ത മഴ ഹിമാലയത്തെ ബാധിച്ചതോടെ എവറസ്റ്റിന്റെ കിഴക്ക് ഭാഗത്തുള്ള ടിബറ്റൻ ക്യാമ്പ് സൈറ്റുകളിൽ ഏകദേശം 1000 പേർ മഞ്ഞ് വീഴ്ചയിൽ കുടുങ്ങി. ഇതേ തുടർന്ന് എവറസ്റ്റിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ടിബറ്റൻ പർവ്വതത്തിന്റെ കിഴക്കൻ മുഖത്തുള്ള ഒരു ഹിമപാതത്തിൽ കുടുങ്ങിയ 100 കണക്കിന് ട്രക്കിംഗ് യാത്രക്കാരെ രക്ഷാപ്രവർത്തകർ ഞായറാഴ്ച സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. 350 പേർ കൂടാങ് എന്ന ചെറിയ ടൗൺഷിപ്പിൽ എത്തിയിരുന്നു. അതേസമയം ബാക്കിയുള്ള 200-ലധികം ട്രക്കിംഗ് യാത്രക്കാരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ചൈനയിലെ 8 ദിവസത്തെ ദേശീയ ദിന അവധി പ്രയോജനപ്പെടുത്തിയാണ് ഇത്രയും അധികം ട്രക്കിംഗ് യാത്രക്കാർ പ്രവിശ്യയിലേക്ക് എത്തിയത്. സിഡ്നിയിലെ ഇന്നർ വെസ്റ്റിൽ നിരവധി കാറുകൾക്ക് നേരെ വെടിവയ്പ് നടത്തിയ 60 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഒരാൾക്ക് വെടിയേറ്റു, നിരവധി പേർക്ക് പരിഭ്രാന്തിയിൽ പരിക്കുമേറ്റു. ക്രോയ്ഡൻ പാർക്കിൽ ഞായറാഴ്ച രാത്രി 7:45-നും 9:30-നും ഇടയ്ക്ക് 50-ലധികം വെടിയൊച്ചകളാണ് ഉയർന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ജോർജ് റിവർ റോഡിലൂടെ സഞ്ചരിക്കുന്ന പോലീസ് കാറുകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അക്രമി വെടിയുതിർക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് തെരുവുകൾ അടച്ചിടുകയും പ്രദേശം ലോക്ക്ഡൌൺ ചെയ്യുകയുമായിരുന്നു. തിരക്കേറിയ റോഡിലെ വ്യാപാര സ്ഥാപനത്തിന് മുകളിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും പിന്നീട് 60 വയസ്സുള്ള ഒരാളെ ടാക്ടിക്കൽ പോലീസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശതകോടീശ്വരനായ ആൻഡ്രസ് ബാബിസ് വിജയിച്ചതോടെ ഉക്രൈനുള്ള യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ എതിർത്ത് നിൽക്കുന്ന അംഗരാജ്യങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന ആശങ്ക ഉയരും. ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തലാക്കുമെന്ന ബാബിജിന്റെ തിരഞ്ഞെടുപ്പ് പറയുന്ന സമയത്തെ പ്രതിജ്ഞ അദ്ദേഹത്തെ ഹംഗറിയുടെയും സ്ലോവാക്യയുടെയും പ്രധാനമന്ത്രിമാരായ വിക്ടർ ഓർബൻ, റോബർട്ട് ഫിക്കോ എന്നിവരുടെ ഉക്രൈൻ വിരുദ്ധ നിലപാടുമായി യോജിപ്പിക്കുന്നതാണ്. 2024 മുതൽ ഉക്രൈന് 3.5 മില്യൺ പീരങ്കി ഷെല്ലുകൾ വിതരണം ചെയ്ത ചെക്ക് സർക്കാരിന്റെ ആ അന്താരാഷ്ട്ര നടപടി പുനഃപരിശോധിക്കുമെന്ന് പുതിയ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി കഴിഞ്ഞു. ചെക്ക് പ്രസിഡന്റ് പീറ്റർ പവേലിനെ കണ്ട ശേഷം 71-കാരനായ സ്ലോവാക് വംശജനായ ബാബിസ് താൻ യൂറോപ്പിന് അനുകൂലിയാണെന്നും യൂറോപ്പ് നന്നായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നെന്നും ഊന്നി പറഞ്ഞു. എല്ലാ വർഷവും ചെക്കിന്റെ ബജറ്റിൽ നിന്നും 2.5 ബില്യൺ യൂറോ ബ്രസൽസിലേക്ക് അയക്കുന്നു. തീർച്ചയായും
ബ്രസൽസ് ഉക്രൈനെ സഹായിക്കുന്നു, അതിനാൽ ഞങ്ങൾ ഇവിടെയുണ്ടെന്ന് അവർ കരുതണമെന്നും ബാബിസ് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായ യുക്മയുടെ 16ാമത് ദേശീയ കലാമേളയുടെ മുന്നോടിയായി ഈസ്റ്റ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയണൽ കലാമേള ഒക്ടോബർ 11 ശനിയാഴ്ച കവൻട്രിയിലെ കർഡിനാൾ വൈസ്മാൻ സ്കൂൾ ഷേക്സ്പിയർ നഗറിൽ നടക്കും. നവംബർ 1 നടക്കുന്ന ചെൽട്ടൻഹാമിലെ ദേശീയ കലാമേളയിൽ പങ്കെടുക്കേണ്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന കവൻട്രി കേരള കമ്മ്യൂണിറ്റി ആതിഥ്യമരുളുന്ന റീജിയണൽ കലാമേളയാണ്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി യുകെയിലെമ്പാടുമുള്ള ധാരാളം കലാകാരന്മാരെയും കലാകാരികളെയും സംഭാവന ചെയ്ത ഈ കലാമേള കേരളത്തിലെ വാശിയേറിയ സ്കൂൾ യുവജനോത്സവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കലാപ്രകടനം കൊണ്ട് നിറഞ്ഞതാണ്. യുക്മയുടെ അംഗ അസോസിയേഷൻ എന്ന നിലയ്ക്ക് മെമ്പേഴ്സിനോ കുട്ടികൾക്കോ മാത്രമാണ് ഈ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കലാമേളയ്ക്ക് ഒരാഴ്ച കൂടി ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി യുക്മ റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി പുതുക്കുളങ്ങര, മിഡ്ലാൻഡിൽ നിന്നുള്ള നാഷണൽ കമ്മിറ്റി അംഗം ജോർജ് തോമസ്, റീജിയണൽ സെക്രട്ടറി ലൂയിസ് മീനാച്ചേരി, റീജിയണൽ ട്രഷറർ പോൾ ജോസഫ്, റീജിയണൽ പിആർഒ രാജപ്പൻ വർഗീസ് എന്നിവർ അറിയിച്ചു. അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സസ് 2025 വാർഷിക സമ്മേളനം ഒക്ടോബർ 11 ലണ്ടനിലെ കിങ്സ് മെഡിക്കൽ കോളേജിലെ ഫെറ്റൽ മെഡിസിൻ ആശുപത്രിയിൽ വെച്ച് നടക്കും. ബ്രിട്ടനിലെ നഴ്സിംഗ് രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച പ്രമുഖർ ക്ലാസുകൾ എടുക്കാനെത്തും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സീനിയർ നഴ്സുമാർ അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സസിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.3 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.79 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.88 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.64 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK നമ്പർ 020-8548-4897. ഇന്ത്യൻ സെൽ നമ്പർ 918921120509 or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യയിൽ ചുമമരുന്ന് കഴിച്ചുള്ള കുട്ടികളുടെ മരണം 17 ആയി. മധ്യപ്രദേശിൽ 14 കുട്ടികളും രാജസ്ഥാനിൽ 3 കുട്ടികളുമാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലുള്ള 14 കുട്ടികൾ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചുമമരുന്ന് കഴിച്ച ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചത് മധ്യപ്രദേശിലാണ്, 14 കുട്ടികൾ. രാജസ്ഥാനിലെ മരുന്ന് കഴിച്ച നിരവധി കുട്ടികൾ നിരീക്ഷണത്തിലാണ്. മധ്യപ്രദേശിൽ മരിച്ച 14 കുട്ടികളിൽ 11 പേരും ഉപയോഗിച്ചത് കോൾട്രിപ്പ് സിറപ്പ് എന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലും കോൾട്രിപ്പ് ചുമ മരുന്ന് നിരോധിച്ചു. കഫ് സിറപ്പുകൾ പിടിച്ചെടുക്കാൻ ഉത്തർപ്രദേശ് സർക്കാരും നിർദ്ദേശം നൽകി. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേരള ആരോഗ്യ വകുപ്പും മാർഗനിർദ്ദേശവും പുറത്തിറക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22 ശബരിമലയിൽ ദർശനം നടത്തും. ഈ മാസം 26 വരെ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും. സർക്കാരിനെ ഔദ്യോഗികമായി ഇക്കാര്യം രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. ഒക്ടോബർ 17 തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ സന്നിധാനത്ത് തുടർന്ന ശേഷമാകും രാഷ്ട്രപതി മടങ്ങുക. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിലയിരുത്തലുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മെയ് 19 ദ്രൗപദി മുർമു ശബരിമല സന്ദർശിക്കുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ അവസാന നിമിഷം രാഷ്ട്രപതി ഭവൻ യാത്ര റദ്ദാക്കുകയായിരുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ADGP H വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാരും ദേവസ്വം അധികൃതരും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതരമായ കുറ്റങ്ങൾ നിലനിൽക്കുന്നതായി ഹൈക്കോടതി വിലയിരുത്തി. വാകത്താനം CA അനീഷ് ജോയ്, കയ്പമംഗലം CA ബിജു രാധാകൃഷ്ണൻ, കൊച്ചി സൈബർ പോലീസ് CA സുനിൽകുമാർ, പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ S ശശിധരൻ എന്നിവരുണ്ടാകും സംഘത്തിൽ. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. അന്വേഷണ തീരുമാനം പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതായും കോടതി ഇടപെടലിൽ വലിയ സന്തോഷമുണ്ടെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. സർക്കാർ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ശബരിമല ദ്വാരപാലക ശില്പ വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പ്രതിക്കൂട്ടിലാക്കി നിർണായക നിഗമനത്തിലേക്ക് എത്തുന്നു ദേവസ്വം വിജിലൻസ്. സ്വർണ്ണപ്പാളി മാറ്റിയത് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചു. ഉണ്ണികൃഷ്ണൻ പൊറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയെന്നാണ് വിലയിരുത്തൽ. അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയ പാളികൾ അല്ല തിരികെ കൊണ്ടുവന്നതെന്നാണ് കണ്ടെത്തൽ. 24 ന്യൂസ് ചാനലാണ് ഈ ബിഗ് ബ്രേക്കിങ്ങിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടത്. 2019 സ്വർണ്ണപ്പാളികളുമായി ഒത്തുനോക്കിയ ഫോട്ടോ പരിശോധനയിലാണ് വ്യത്യാസം കണ്ടെത്തിയത്. ദേവസ്വത്തിലെ വിദഗ്ധരാണ് ഇത് കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി വിജിലൻസ് നടപടികൾ ആരംഭിച്ചു. കാലപ്പഴക്ക നിർണയ പരിശോധന അടക്കം ദേവസ്വം വിജിലൻസ് തുടരും. മാത്രമല്ല, അന്വേഷണ സ്ഥിതി വിവര റിപ്പോർട്ട് കോടതിയിൽ നൽകാനും നീക്കമുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെ നടപടികൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഷയം ഉന്നയിച്ചു. സ്വർണം കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയും
ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ അംഗങ്ങളെ സ്പീക്കർ ചോദ്യം ഉന്നയിക്കാനായി ക്ഷണിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറും ബോർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കറെ മറിച്ച് ബാനർ പിടിച്ചതോടെ വിഷയം കടുക്കുകയായിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷവും കസേരകളിൽ നിന്നും എഴുന്നേറ്റ് ചോദ്യം ചെയ്തു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രവണത രാജ്യത്ത് ഒരിടത്തുമില്ലെന്നും ഇത് ശരിയായ രീതിയിലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അംഗങ്ങളെ നിയന്ത്രിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ തുടർന്ന് നിർത്തിവെച്ച പാലിയേക്കര ടോൾ പിരിവ് നിരോധനം ഹൈക്കോടതി വീണ്ടും നീട്ടി. കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെയാണ് നിലവിൽ നീട്ടിയിരിക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് ടോൾ പിരിവ് നിരോധനം വെള്ളിയാഴ്ച വരെ നീട്ടിയത്. ഇക്കാര്യത്തിലും ഒപ്പം ടോൾ നിരക്ക് കൂട്ടിയ നടപടിയിലും എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്പോർട്സ്. വനിതാ ഏകദിന ലോകകപ്പിലും പാകിസ്ഥാനെ തകർത്ത് പെൺപട. 88 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യൻ പെൺപട സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടരാനിറങ്ങിയ പാകിസ്ഥാൻ 159 റൺസിന് ഓൾ ഔട്ടായി. ലോകകപ്പിൽ ഇന്ത്യൻ വനിതകളുടെ തുടർച്ചയായ രണ്ടാം വിജയവും പാക് വനിതകളുടെ തുടർച്ചയായ രണ്ടാം പരാജയവുമാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 247 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. അവസാന ഓവറുകളിൽ തകർത്തടിച്ച റിച്ച ഘോഷിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് മാന്യമായൊരു വിജയം സമ്മാനിച്ചത്. 20 പന്തിൽ പുറത്താകാതെ 2 സിക്സ് 3 ബൗണ്ടറി സഹിതം 35 റൺസാണ് റിച്ച ഘോഷ് നേടിയത്. 65 പന്തിൽ 46 റൺസ് എടുത്ത ഹർലിൻ ഡിയോളാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. പാകിസ്ഥാന് വേണ്ടി ഡയാന ബേഗ 4 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബുധനാഴ്ച ഇന്ത്യയിലെത്തും. കെയർ സ്റ്റാമർ ഒക്ടോബർ 8, 9 തീയതികളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നടക്കുന്ന ഈ സന്ദർശനം ബ്രിട്ടൻ ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതീക്ഷ. വിദേശ സ്വാധീന നിയമങ്ങൾ പ്രകാരം തങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ലക്ഷ്യം വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ചൈനയുടെ ഭീഷണി. പലസ്തീൻ ആക്ഷൻ നിരോധിക്കുന്നതിനെതിരെയുള്ള ബഹുജന പ്രകടനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകാൻ കെയർ സ്റ്റാമർ സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ച് സിവിൽ ലിബർട്ടി ഗ്രൂപ്പുകൾ. പലസ്തീൻ അനുകൂല മാർച്ചുകൾ ജൂതരാജ്യത്തിനെതിരെയുള്ള വെറുപ്പിന്റെ കാർണിവൽ എന്ന് കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാവ് കെമി ബാഡനോവ്. ഇത്തരം പ്രകടനങ്ങൾ നിരോധിക്കണമെന്നും കെമി ബാഡനോവ്. കാലിഫോർണിയയിലെ നാഷണൽ ഗാർഡ് വിന്യാസം സ്ഥിരീകരിച്ച് പെന്റഗൺ. 300 കാലിഫോർണിയ നാഷണൽ ഗാർഡ് സൈനികരെ ഒറിഗോണിലേക്ക് വിന്യസിച്ചതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ കഴിഞ്ഞയാഴ്ച ഇസ്ലാമിക് ബോർഡിംഗ് സ്കൂളിലെ പ്രാർത്ഥനാ ഹാൾ തകർന്നു വീണ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മരണസംഖ്യ 49 വർദ്ധിച്ചു. ചെക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശതകോടീശ്വരനായ ആൻഡ്രസ് ബാബിച്ച് വിജയിച്ചതോടെ ഉക്രൈനുള്ള യൂറോപ്പിന്റെ പിന്തുണ എതിർക്കുന്ന രാജ്യങ്ങളുടെ ശക്തി കൂടുന്നതായി റിപ്പോർട്ട്. യുവജനോത്സവത്തെക്കാൾ മത്സരം നടക്കുന്ന യുക്പ മിഡ്ലാൻഡ് റീജിയൻ കലാമേള ഒക്ടോബർ 11 കവൻട്രിയിലെ ഷേക്സ്പിയർ നഗറിൽ. ഇന്ത്യയിൽ ചുമ മരുന്ന് കഴിച്ചുള്ള മരണം 17ആയി. മധ്യപ്രദേശിൽ 14 കുട്ടികളും രാജസ്ഥാനിൽ 3 കുട്ടികളുമാണ് മരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22 ശബരിമലയിലെത്തുന്നു. 24 വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ADGP H വെങ്കടേഷിന് ചുമതല. ശബരിമല ദ്വാരപാലക ശില്പ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ പാളികളല്ല തിരികെ കൊണ്ടുവന്നതെന്ന് കണ്ടെത്തൽ. വനിതാ ഏകദിന ലോകകപ്പിലും പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യൻ പെൺപട. 88 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ നേടിയത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.